ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്ന് പത്രോസ് 2-ാമത്തെ 24-ാമത്തെ ഒന്ന് പത്രോസ്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ചത് ഓർമ്മയുണ്ടോ? ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത് മരത്തിന്റെ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ശാപത്തെ എല്ലാം യേശു എന്ത് ചെയ്തു? ക്രൂശിൽ വഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് പറയുന്ന ഈ വേദഭാഗത്തിൽ കർത്താവ് പറയുന്ന കാര്യമാണ്, നാം പാപ സംബന്ധമായി ഒന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ചേർന്ന് പറയുന്നത്, നാം പാപ സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒന്നൊരു ചേർന്ന് പറയാം, അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്തൊക്കെ രോഗം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സൗഖ്യം. ഹല്ലേലൂയ. നിങ്ങൾ വിളിച്ചു പറയാം, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ബൈബിൾ വാക്യം കാണാൻ കഴിയും, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിൽ എഴുതിയിരിക്കുന്നത് അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് എന്ത് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, നമ്മുടെ ശാപങ്ങളെല്ലാം യേശു എന്ത് ചെയ്തു? ക്രൂശിന്മേൽ വഹിച്ചു. ഇന്ന് പറയുകയാണ്, നമ്മുടെ പാപങ്ങളെല്ലാം എന്ത് ചെയ്തു? അവൻ തന്റെ ക്രൂശിന്മേൽ വഹിച്ചു. പറയുന്നു, അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന കരം കൊടുത്ത് പറയാം, യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഹല്ലേലൂയ. യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ആരും അടുത്തപ്പോ നമ്മുടെ ദുഃഖവരെ കരാൻ പോയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ കാര്യമേ ഉള്ളൂ, യേശുവിന് വേണ്ടിയല്ല യേശു ക്രൂശിന്മേൽ കയറിയത്, നമ്മളെ പാപത്തെ ചുമന്നുകൊണ്ടാണ് യേശു ക്രൂശിന്മേൽ കയറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. യേശുവിന് വേണ്ടിയല്ല ക്രൂശിന്മേൽ കയറിയത്, പിന്നെയോ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് യേശു ക്രൂശിന്മേൽ കയറി. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, യേശു നമ്മുടെ ശാപങ്ങളെ ക്രൂശിന്മേൽ വഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ പാപങ്ങളെ എന്ത് ചെയ്യുന്നു? ക്രൂശിന്മേൽ വഹിച്ചു. ഹല്ലേലൂയ. ഇവിടെ പറയണം, നാം പാപം സംബന്ധിച്ച് മരിച്ചവരായിരുന്നു. പാപം സംബന്ധിച്ച് മരിച്ചു. നമ്മൾ ചെയ്തു കൂട്ടിയ പാപം നിമിത്തം നമ്മൾ മരണമാക്കുമ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമാണ്. നമ്മൾ തെറ്റ് ചെയ്താൽ, നമ്മൾ ഒരാളെ അടിച്ചാൽ നമ്മളെ പിടിച്ച് ജയിലിടും, അല്ലേ? അവർ ശിക്ഷിക്കപ്പെടും. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് ജയിലിടും. ജീവപര്യന്തം മരിക്കുന്നവരെ ജയിലിൽ പിടിച്ചിടും. ഹല്ലേലൂയ. ഒന്നിലധികം ആൾക്കാരെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ തൂക്കുകയറ് നമ്മളെ കൊല്ലും. ഹല്ലേലൂയ. എന്ത് ചെയ്താലും നമ്മൾ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളൊരു പാപം ചെയ്താൽ, ഒരാളെ ഉപദ്രവിച്ചാൽ, മോഷ്ടിച്ചാൽ, എന്തെങ്കിലും പാപങ്ങൾ ചെയ്താൽ നമ്മൾ ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ പറയുന്ന പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഹല്ലേലൂയ. ഇത് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ,
നമ്മൾ പാപം സംബന്ധിച്ച് നമ്മൾ മരിക്കേണ്ടതിന് പകരം യേശു നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. ഇത് മനസ്സിൽ നിൽക്കാൻ ഭാരപ്പെടുന്നുണ്ടോ? മനസ്സിൽ നിൽക്കാനുണ്ടോ? അറിയുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് കരട്ട് പ്രാർത്ഥിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഞാനിതെല്ലാം നെഞ്ചേരി ബോധന യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുകയാണ്. ബോധന ഭയങ്കരമായ സൗഖ്യം വ്യാപരിക്കും. ബോധന ഭയങ്കരമായ സൗഖ്യം ബോധന യേശുവിന്റെ നാമത്തിൽ ആ എല്ലാ നെഞ്ചുവേദനകളും ഈ ബോധന യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നെഞ്ചുവേദനകളെല്ലാം ഇപ്പൊ സൗഖ്യമാവുകയാണ്. ഹാർട്ടിന്റെ വിഷയങ്ങളിൽ സൗഖ്യമാണ്. ഹല്ലേലൂയ. ലിവറിന്റെ വിഷയങ്ങൾ സൗഖ്യമാണ്. ഹല്ലേലൂയ. ഈ നെഞ്ചിന്റെ നടുഭാഗത്തുള്ള വേദനയെല്ലാം ഇപ്പൊ സൗഖ്യമാണ്. ഒരു സൈഡ് നെഞ്ചെല്ലാം ഇപ്പൊ സൗഖ്യമാണ്. എല്ലാം നെഞ്ച് സംബന്ധമായി ഹാർട്ട് സംബന്ധമുള്ള എല്ലാ പ്രശ്നങ്ങളും വിഭാഗന യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുകയാണ്. ഇത് പകൽക്കാലം ഞാൻ പറയാം, കഥാവേ നീ ഇവിടെ വിടുവിച്ചെന്നാണ്. ഇത് പകൽക്കാലം ഞാൻ പറയാം, നമ്മൾ പാപ സംബന്ധിച്ച് നമ്മൾ മരിച്ചവരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്താൽ നമ്മൾ ശിക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഇപ്പോ നമ്മുടെ ഉള്ളിൽ അകത്തൊരു മനുഷ്യനുണ്ട്. ആരുണ്ട്? അകത്തൊരു മനുഷ്യൻ. ഹല്ലേലൂയ. നമ്മൾ പാപങ്ങൾ ചെയ്യുമ്പോൾ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യും? മരിക്കും. അകത്തെ മനുഷ്യൻ മരിക്കും. ഹല്ലേലൂയ. നമ്മൾ പുറമെ നോക്കിയാലും നമ്മൾ പാപം ചെയ്താൽ നമുക്ക് ശിക്ഷ ഉറപ്പാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പാപ സംബന്ധമായി നമ്മൾ മരിച്ചവരാണ്. ഇത് പാപം ചെയ്യുമ്പോൾ ദൈവവുമായിട്ടൊരു ബന്ധമില്ല. പിന്നെ ആരുമായിട്ടുള്ള ബന്ധം? പിശാചുമായിട്ടുള്ള ബന്ധം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പാപം ചെയ്ത് നമ്മൾ നരകത്തിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. പാപം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അകത്തെ മനുഷ്യൻ മരിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? നിത്യമായ നരകത്തിലോട്ട് പോകും. ഹല്ലേലൂയ. പാപം ചെയ്ത് എന്ത് ചെയ്യാണ്? നിത്യമായ നരകത്തിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നമ്മുടെ ആത്മീക മരണം സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പൊ കള്ള് കുടിച്ച് നടക്കുന്ന ഒരു വ്യക്തി അതേ കള്ള് കുടിച്ച് എങ്ങനെയാണ് പോകുന്നത്? നേരെ നരകത്തിലോട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ മോഷ്ടിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ മോഷ്ടിച്ച് എവിടെ പോകുന്നു? നേരെ നരകത്തിലോട്ട് പോകുകയാണ്. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാൻ പറയാം, അടികളും വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തികൾ അങ്ങനെ ചെയ്ത് എവിടെ പോകുകയാണ്? നേരെ നരകത്തിലോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. മന്ത്രവാദിയുടെ അടുക്കൽ പോകുന്ന ആൾക്കാർ മന്ത്രവാദിയുടെ അടുക്കൽ പോയി നേരെ എവിടെ പോകുകയാണ്? നേരെ നരകത്തിൽ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നരകത്തിൽ പോകുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ മരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീക മനുഷ്യൻ മരിക്കുകയാണ്. പാപം ചെയ്യുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ മരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പാപം സംബന്ധിച്ച് നമ്മൾ മരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറയാം, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലോകപരമായ കോടതി ശിക്ഷിക്കുന്നത് പോലെ നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കോടതിയിൽ നമ്മളെ ശിക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും നിത്യമായ നരകത്തിലോട്ട് പോകും. ഹല്ലേലൂയ. പാപം ചെയ്ത് എവിടെ പോകും? നിത്യമായ നരകത്തിലോട്ടാണ് നമ്മുടെ യാത്ര. ഹല്ലേലൂയ. പക്ഷെ അങ്ങനെ നരകത്തിലോട്ട് മരണത്തിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ, ഹല്ലേലൂയ, നരകത്തിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ മരണത്തിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ യേശു എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഭൂമിയിലോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മുടെ സകല മനുഷ്യരുടെ പാപത്തെ അവൻ ഏറ്റെടുത്തു. ഹല്ലേലൂയ. നമ്മുടെ സകല മനുഷ്യരുടെ പാപത്തെ ആരേറ്റെടുത്തു? യേശു ഏറ്റെടുത്തു. അവിടെ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങളെ സ്വന്തം ശരീരത്തിന്മേൽ വാങ്ങിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ആ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത്. അപ്പൊ നമ്മളിങ്ങനെ മരണത്തിലോട്ട് പൊയ്ക്കൊണ്ടിരുന്ന നമ്മളെ നീതിമാനാക്കി മാറ്റേണ്ടതിന്. ഹല്ലേലൂയ. ഇപ്പോ നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മൾ ശിക്ഷിക്കപ്പെട്ടേ മതിയാവും. പക്ഷെ ആ ശിക്ഷ ആര് ഏറ്റെടുത്തു? യേശു കർത്താവ് ഏറ്റെടുത്തു. ഇവിടെ പറയുന്നു, പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ പാപം ചെയ്ത് ആ പാപത്തെ ആരുടെ ശരീരത്തിൽ ഏറ്റെടുത്തു? യേശുവിന്റെ ശരീരത്തിൽ ഏറ്റെടുത്തിട്ട് അവൻ കാൽവരി ക്രൂശിന്മേൽ കയറി. ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഞാൻ പറഞ്ഞു നമ്മുടെ ശാപങ്ങൾ എന്ത് ചെയ്തു? അവൻ കാൽവരി ക്രൂശിൽ വഹിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിങ്ങൾ പറയേണ്ട ദൂത്, നിങ്ങൾ ഇതുവരെ ചെയ്ത സകല പാപങ്ങളെ യേശു കാൽവരി ക്രൂശിൽ വഹിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. അവൻ കാൽവരി ക്രൂശിൽ വഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളിത് ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയാം ഹല്ലേലൂയ. നിങ്ങള് ഒരാൾ ആഗ്രഹിക്കുന്നു, അവര് വലിയ തെറ്റ് ചെയ്ത ഒരാളെ കൊന്നെന്ന് വിചാരിക്കും. ഹല്ലേലൂയ. അവര് കൊന്നെന്ന് വിചാരിക്കുക. ഹല്ലേലൂയ. കൊന്നു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം, ജയിലിൽ കിടക്കണം. ഹല്ലേലൂയ. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ആന്റി ഒരാളെ കൊന്നു കഴിഞ്ഞു. പക്ഷേ ആന്റി എന്ത് ചെയ്യണം? ഞാൻ വെറുതെ വിട്ടിട്ട് ആന്റിയുടെ ശിക്ഷ ഞാൻ ഏറ്റെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി പറയുകയാണ്, ഞാനാണ് ആളെ കൊന്നത്. അപ്പൊ പോലീസുകാർ പറയുന്നത് ഞാനാണ് കൊന്നത്, ഞാൻ പറഞ്ഞ് ആ ശിക്ഷ ഏറ്റെടുത്താൽ ആന്റിക്ക് പിന്നെ ശിക്ഷയുണ്ടോ? ഇല്ല. കാരണം ആന്റിക്ക് ഉള്ള ശിക്ഷ ആരേറ്റെടുത്തു? ഞാൻ ഏറ്റെടുത്തു. ആന്റിയെ ജയിൽപ്പെടുന്നത് ഞാൻ ഏറ്റെടുത്തു. പോലീസ് പറയുന്നത് ഞാനാണ് കൊന്നത്, ഞാൻ പോയി കീഴടക്കുകയാണ്. അപ്പോൾ പോലീസ് എന്ത് ചെയ്യും? ആ ശിക്ഷയെല്ലാം എനിക്ക് തരും. ഹല്ലേലൂയ. പോലീസിന് ജയിലിൽ പിടിച്ചടക്കി അടയ്ക്കും, കോടതി ഹാജരാക്കും. പിന്നെ കോടതി നേരെ റിമാൻഡ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ട് അടയ്ക്കും. ഹല്ലേലൂയ. പക്ഷെ ഇതിന്റെ ആന്റി എന്ത് ചെയ്യണം? അങ്ങ് വെറുതെ വിടുകയാണ്. ഹല്ലേലൂയ. പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് ജയിലിൽ പോകേണ്ടതായിരുന്നു? ആന്റിയാണ് ജയിലിൽ പോകേണ്ടത്. പക്ഷേ അതിന് ആര് ജയിലിൽ പോയി? ഞാൻ ജയിലിൽ പോയി. ഹല്ലേലൂയ. ഇതേപോലെയാണ് യേശു എന്ത് ചെയ്തു? നമ്മൾ ചെയ്ത ശിക്ഷ യേശു സ്വയം ഏറ്റെടുത്തു. എന്തിനു വേണ്ടി? നമ്മളെ നീതിമാന്മാരാക്കാൻ, നിങ്ങളെ മരണത്തിനോട് വിടാതെ ജീവനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി യേശു നമ്മൾ ചെയ്തു കൂട്ടിയ സകല തെറ്റുകളെ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്യോ? ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഏതെങ്കിലും നേതാക്കന്മാർ ചെയ്യോ? ചെയ്യത്തില്ല. സ്വന്തം അപ്പനും അമ്മയും ചെയ്യോ? ചെയ്യത്തില്ല. എന്റെ മക്കൾ ചെയ്തിട്ട് ഞാൻ ഏറ്റെടുക്കുക ജയിലിൽ പോയി കിടക്കുമോ? കിടക്കത്തില്ല. പക്ഷേ യേശു കർത്താവ് ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനാൽ തന്നെ താഴ്ത്തി ക്രൂശിന്റെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, അവൻ ദൈവരൂപത്തിൽ ഇരുന്നവൻ. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ വേഷത്തിൽ ദാസരൂപമെടുത്ത് മനുഷ്യനായി തുടങ്ങി. ഹല്ലേലൂയ. ഇത് ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. യേശു എന്ത് ചെയ്തു? നമ്മുടെ സകല മനുഷ്യരുടെ പാപത്തെ തന്റെ ശിരസ്സിന്മേൽ വഹിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയാം, യേശു കർത്താവ് പരീക്ഷ ശുശ്രൂഷ വേളയിൽ അനേക പരീക്ഷന്മാരും ശാസ്ത്രിമാരൊക്കെ യേശുവിന്റെ പിന്നാലെ നടന്നു അവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ. ഹല്ലേലൂയ. യേശുവിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? പരീക്ഷന്മാര് ശാസ്ത്രിമാര് പിന്നാലെ നടന്നു. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചോ? ഇല്ല, ഒരു കുറ്റവും കണ്ടുപിടിച്ചില്ല. അവസാനം ചെയ്യാത്ത കുറ്റത്തിന് യേശു പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരത്തെ പൊളിപ്പ്, തന്റെ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞത്, നിങ്ങൾ ഈ മന്ദിരത്തെ പൊളിപ്പ്, ഞാൻ അതിന് 3 നാൾ കൊണ്ട് പണിയും. ഹല്ലേലൂയ. പക്ഷേ അവര് തിരിച്ചു പറഞ്ഞു, യേശു പറഞ്ഞ യെരൂശലേം ദേവാലയത്തിന് പൊളിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് യേശുവിനെ പിടിച്ചു കെട്ടി എന്ത് ചെയ്തു? പീലാത്തോസിന്റെ മുമ്പിൽ ഹാജരാക്കി. ഹല്ലേലൂയ. കള്ള സാക്ഷികളെയൊക്കെ കൊണ്ട് നിർത്തി. എന്നിട്ട് പല കുറ്റാരോപണങ്ങൾ ചെയ്തിട്ട് പീലാത്തോസ് പറഞ്ഞു, ഈ മനുഷ്യൻ ഞാൻ ഓരോ തെറ്റി കാണുന്നില്ല. ഹല്ലേലൂയ. ഇവൻ നീതിമാൻ, ഇവൻ നീതിമാൻ. ഹല്ലേലൂയ. അത് പീലാത്തോസിന്റെ ഭാര്യ എന്ന് പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു തെറ്റില്ല, നിങ്ങൾ അനാവശ്യമായിട്ട് ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഹല്ലേലൂയ. അനാവശ്യമായി ഈ മനുഷ്യനത് ഇടപെടരുത്. ഇവര് ഈ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും ശാസ്ത്രിമാരെല്ലാം പറയുന്നത് കള്ളത്തനമാണ്. ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ ഈ മനുഷ്യന്റെ കണ്ട് ഇടപെടുന്നത് സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവസാനം എന്ത് സംഭവിച്ചു? പുരോഹിതന്മാരുടെയും നിർബന്ധത്തിന് വഴങ്ങി, അല്ലെങ്കിൽ തന്റെ കസേര തെറുക്കി വന്ന് മനസ്സിലാക്കിയിട്ട്
പീലാത്തോസ് എന്ത് ചെയ്തു? യേശുവിനെ ക്രൂശിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് താൻ ഒരു കാര്യം ചെയ്തു. അവിടുന്ന് കുറെ പാത്രത്തിൽ കുറെ വെള്ളം എടുത്ത് കഴുകി കളഞ്ഞിട്ട് പറഞ്ഞു, ഇവൻ നീതിമാൻ, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിങ്ങൾ നിർബന്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ക്രൂശിക്കാൻ വിടുന്നത്. അതിന്റെ പാപം നിങ്ങളുടെ മേൽ തന്നെ വരും. എനിക്ക് ഇതിൽ പാപമില്ല, നിങ്ങളുടെ മേൽ തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നീതിമാനായ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. അവിടെ കൂടിയ മഹാപുരോഹിതന്മാരും ജനക്കൂട്ടമെല്ലാം വിളിച്ചു പറഞ്ഞു, ആ പാപം ഞങ്ങളുടെ മേൽ വരട്ടെ, ഞങ്ങളുടെ മേൽ വരട്ടെ എന്ന് പറഞ്ഞതിനെ വിളിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, യേശുവിന്റെ കയ്യിൽ എപ്പോ വിലങ്ങ് വെച്ചോ, അത് കൊലപാതക കുറ്റത്തിൽ പിടിച്ച് ശിക്ഷിക്കപ്പെട്ട് കിടന്ന ബറബ്ബാസിനെ തുറന്നു വിട്ടു. ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, കൊലപാതകയും മോഷ്ടാവുമായ ബറബ്ബാസിനെ മതി, ബറബ്ബാസിനെ മതി എന്ന ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ യേശുവിനെ എന്ത് ചെയ്തു? തുറന്നു വിട്ടു. ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായ യേശുവിന്റെ കയ്യിൽ എപ്പോ വിലങ്ങ് വെച്ചോ, അപ്പോ ജയിലിൽ കിടന്ന് ബറബ്ബാസിനെ തുറന്നു വിട്ടു. ഇന്ന് പകരം ഞാൻ പറയാം, നീതിമാനായ യേശുവിന്റെ കയ്യിൽ എപ്പോ വിലങ്ങ് വെച്ചോ, അപ്പൊ പാപത്തിൽ കിടന്നവരെ ദൈവം തുറന്നു വിടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ പറയാം, യേശു തന്റെ ശരീരത്തിൽ ക്രൂശിൽ ചുമന്നത്, ആ ക്രൂശിൽ നമ്മുടെ ഓരോരുത്തരുടെ പാപങ്ങളായിരുന്നു. ഹല്ലേലൂയ. അവന് ചുമക്കാൻ പറ്റാത്ത വലിയൊരു ഭാരമുള്ള കുരിശാണ് യേശു ചുമന്നത്. ഹല്ലേലൂയ. അവന്റെ ശരീരം മുഴുവൻ അടിച്ച് തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. അത് അവന് 30 ചാട്ടവാർ അടികൾ അവന്റെ ശരീരത്തിൽ അടിച്ചു തറച്ചു. ഹല്ലേലൂയ. ഓരോ ചാട്ടവാർ അടികൊള്ളുമ്പോൾ അവന്റെ ശരീരത്തെ മാംസങ്ങൾ ചിന്തി ചിതരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇറച്ചിക്കടയിൽ ഒരു മാംസത്തെ കെട്ടി തൂക്കിയിരിക്കുന്നത് പോലെ, ഇറച്ചിയെ വെട്ടുന്നത് പോലെ അവന്റെ ശരീരം മുഴുവൻ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? എന്റെ നിങ്ങളുടെ രോഗത്തെ അവന്റെ ശരീരത്തിൽ വഹിച്ചതായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു, യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ സകല മനുഷ്യരുടെ പാപത്തെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്കുള്ള എന്റെ യേശു നമ്മുടെ സകല മനുഷ്യരുടെ പാപത്തെ തന്റെ ശിരസിന്മേൽ വഹിച്ചു. ഹല്ലേലൂയ. മനസ്സിലാകുന്നോ? മനസ്സിലായി? നിങ്ങളുടെ പാപത്തെയാണ് അവൻ ക്രൂശായിട്ട് എന്ത് ചെയ്ത് അവൻ തന്റെ ചുമല് വഹിച്ചത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അത് ക്രൂശ് എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടവൻ, ശപിക്കപ്പെട്ടത്, വെറുക്കപ്പെട്ടത്. കുരിശ് കാണുമ്പോൾ തന്നെ എല്ലാവരും എന്ത് ചെയ്യും? ഓടി ഒളിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ശാപമായിരുന്ന ക്രൂശ് യേശു ചുമന്നത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. ആ കുരിശ് യേശുവിനെ ചുമക്കുന്നതിൽ വലിയ ഭാരമായിരുന്നു. ആ ഒറ്റയ്ക്കാണ് ചുമന്നത്. അവനെ കൊണ്ട് മുമ്പിലോട്ട് നടക്കാൻ പറ്റുന്നില്ല. എഴുതി വെച്ചിരിക്കുന്നു, ആ ഭാരമേറിയ ക്രൂശിനെ യേശു തോളിൽ എടുത്തു വെച്ച് വേച്ച് വേച്ച് നടന്നുപോയി. ഹല്ലേലൂയ. അവൻ അറിയാൻ പോകുമ്പോൾ പടയാളിയെ ചാട്ടമാറുകൊണ്ട് അവനെ അടിച്ചു. അവനെ നിർബന്ധിച്ച് ആ വളരെ ഭാരമേറിയ ക്രൂശിൽ ചുമന്നു. ഹല്ലേലൂയ. ആ ക്രൂശിൽ ഉണ്ടായിരുന്നത് എന്റെ നിങ്ങളുടെ പാപമായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപപ്രവൃത്തികളായിരുന്നു. എന്തിനു വേണ്ടി യേശു ക്രൂശിൽ ചുമന്നു? എന്തിനു വേണ്ടി യേശു അടികൊണ്ടു? എന്നെ നിങ്ങളെ നീതിമാനാക്കി മാറ്റാം, എന്നെ നിങ്ങളെ നീതിമാനാക്കി മാറ്റാം. മരണത്തിൽ നമ്മളെ രക്ഷിച്ച് ജീവനിലേക്ക് കൊണ്ടുപോകാം, നരകത്തിൽ നമ്മളെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് യേശു ക്രൂശിൽ ചുമന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ യേശു നമ്മുടെ പാപത്തെ ഏറ്റെടുത്തത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്കും ഇന്ന് ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിയ പാപത്തിന് എന്തേ നമ്മൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് പോകേണ്ടവരായിരുന്നു. പക്ഷേ നമ്മളത് ജീവനോട് ഇവിടെ ഇരിക്കുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ, നമ്മുടെ പാപത്തെ മുഴുവൻ യേശു കാൽവരി ക്രൂശിൽ ഏറ്റെടുത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ചില ആൾക്കാർ ചോദ്യമുണ്ട്, അയ്യോ അവർ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ട് അവർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഞാൻ പറയാം, യേശു നമ്മുടെ സകല പാപത്തെ കാൽവരി ക്രൂശിൽ ചുമന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, ദൈവം അവർ ക്ഷമിച്ച് കരുണ കാണിക്കുന്നത് കൊണ്ടാണ് അവർക്കൊന്നും സംഭവിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കത്തില്ല. ഈ തെറ്റുകൾ അധികമാകുമ്പോൾ ദൈവ ശിക്ഷ അവർക്ക് കൊടുക്കും. ഇന്ന് പത്രത്തിൽ ഞാൻ നിങ്ങളോട് പറയാം,
നമ്മുടെ സകല മനുഷ്യരുടെ പാപത്തെ യേശു കാൽവരി ക്രൂശിൽ എന്ത് ചെയ്തു? ഏറ്റെടുത്ത് കഴിഞ്ഞ് പറ, എന്റെ യേശു എന്റെ സകല പാപത്തെയും കാൽവരി ക്രൂശിൽ ഏറ്റെടുത്ത് കഴിഞ്ഞ്. ഹല്ലേലൂയ. ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെയും സകല പാപത്തെ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയാം, അനേക കൊലപാതകികൾ യേശുവിനെ പ്രസംഗിക്കുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ. മന്ത്രവാദികൾ യേശുവിനെ പ്രസംഗിക്കുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ. നമ്മുടെ സകല മനുഷ്യന്റെ പാപത്തെ യേശു ഏറ്റെടുത്തു. ഇന്ന് പകൽക്കാലം ഒരു ഹിന്ദുവായിരുന്ന ഞാൻ ഇന്ന് യേശുവിനെ പിടിച്ച് പ്രസംഗിക്കുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ. എന്റെ പാപത്തെ മുഴുവൻ, എന്റെ കുടുംബത്തിന്റെ പാപത്തെ മുഴുവൻ യേശു ഏറ്റെടുത്തു. അനേകം മുസ്ലിങ്ങൾ പാസ്റ്റർമാരായിട്ടുണ്ട്, അവർ യേശുവിനെ പ്രസംഗിക്കുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ. എന്റെ യേശു ലോകത്തിലെ സകല മനുഷ്യരുടെ പാപത്തെ ഏറ്റെടുത്തു. ഹല്ലേലൂയ. ക്രിസ്ത്യാനികളുടെ പാപം മാത്രമല്ല ഏറ്റെടുത്തത്. ഏത് ഹിന്ദു ആകട്ടെ, ഏത് മുസ്ലിം ആകട്ടെ, ഏത് ജൈൻ ആവട്ടെ, കറുത്തവനാവട്ടെ, വെളുത്തവനാകട്ടെ, ഏത് വർഗത്തിൽപ്പെട്ടവരായും ഒരു എല്ലാ സകല മനുഷ്യരുടെ പാപത്തെ യേശു സ്വന്തം ശിരസിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ചെയ്ത എത്ര വലിയ പാപമാണെങ്കിലും അതിനെ ദൈവം ക്ഷമിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളെ ദൈവത്തിന്റെ മക്കളാക്കി ദൈവം മാറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പറയാം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. പറഞ്ഞു, ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ജീവന്റെയും ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതുകൊണ്ടാണ് നമുക്ക് ഒരു ശിക്ഷാവിധി ഇല്ലാത്തത്. ഒന്ന് ചേർന്ന് പറയാമോ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. ജീവന്റെയും ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സകല പാപത്തിൽ നിന്ന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സകല മരണത്തിൽ നിന്നും യേശു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സകല ശാപത്തിൽ നിന്ന് യേശു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്നത് സകല രോഗത്തിൽ നിന്ന്, ഹല്ലേലൂയ, സകല പാപത്തിൽ നിന്ന് യേശു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. വിളിച്ചു പറ, എന്റെ സകല പാപത്തെ യേശു ക്ഷമിച്ചു. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിലെ സകല പാപത്തെ യേശു ക്ഷമിച്ചു. ഹല്ലേലൂയ. എന്റെ മക്കളുടെ സകല പാപത്തെ യേശു ക്ഷമിച്ചു. എന്റെ ഭർത്താവിന്റെ സകല പാപത്തെ യേശു ക്ഷമിച്ച് എനിക്ക് വേണ്ടി സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അടുത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ, യേശുവിന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് ഈ സൗഖ്യം വന്നിരിക്കുന്നു. ഹാലിന്റെ ചേർത്ത് പറയുമ്പോ, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. തലയ്ക്ക് യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ചേർന്ന് പറ, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ചേർന്ന് പറ, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഉറക്കെ പറ, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇത് പറയുമ്പോ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എല്ലാ രോഗബന്ധനങ്ങളും ഇപ്പോൾ അഴിഞ്ഞു മാറുകയാണ്. വിളിച്ചു പറ, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സകല രോഗത്തിൽ അഴിയുകയാണ്. ഈ വചനത്തിന്റെ ശക്തി ഇപ്പോൾ ഇതിന്റെ വ്യാപരിക്കുന്നു. എന്റെ യേശുവിനെ തൊടുകയാണ്. വിളിച്ചു പറയാം, എന്റെ യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ വിളിച്ചു പറ, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വിളിച്ചു പറ, വിളിച്ചു പറ. ഇന്ന് പകൽക്കാലം ഡോക്ടർ കൈവിട്ട കേസാണോ,
ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് മകൾക്ക് ഇത് പറയുമ്പോൾ തന്നെ ഈ സൗഖ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. 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 ഇന്ന് മകൾക്കാരൻ ഞാൻ പറയാം, സ്വർഗ്ഗം നിങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ വീട്ടിന്റെ അകത്ത് കിടക്കുന്ന മക്കൾ സൗഖ്യമാവും, ഭർത്താവ് സൗഖ്യമാവും, ഭാര്യ സൗഖ്യമാവും. ഇന്ന് മകൾക്ക് വിദേശത്തിൽ ഇരിക്കുന്ന നിങ്ങളുടെ മക്കൾ സൗഖ്യമാവും, ഭർത്താവ് സൗഖ്യമാവും. നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തക്കാർ എവിടെ ഇരുന്നാലും നിങ്ങൾ ആർക്കും പ്രാർത്ഥിച്ചാലും ഇന്ന് മകൾക്ക് സൗഖ്യം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജർമ്മനി ഇരിക്കുന്ന സനീഷ സൗഖ്യമായി കഴിഞ്ഞു. ഹല്ലേലൂയ. ആശുപത്രി കഴിയുന്ന നമ്മുടെ സൗഖ്യം കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ഇപ്പൊ കടലിൽ കിടക്കുന്ന ഭർത്താവ് എന്ത് ബുദ്ധിമുട്ടാണെങ്കിൽ അവർ സൗഖ്യമായി കഴിഞ്ഞു, സൗഖ്യമായി കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ചലിക്കുകയാണ്. ഇപ്പോൾ എല്ലാ അറ്റാക്കുകൾ ക്യാൻസൽ ആവുകയാണ്. എല്ലാ അറ്റാക്കുകൾ ക്യാൻസൽ ആവുകയാണ്. എല്ലാ അറ്റാക്കുകൾ ക്യാൻസൽ ആണ്. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാരോട് ചലിക്കുകയാണ്. സ്വർഗ്ഗം ഇറങ്ങിയിരിപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറ, യേശുവിന്റെ അടിപ്പിണരാ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാ സൗഖ്യം. യേശുവിന്റെ അടിപ്പിണരാ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്ത് രോഗമുണ്ടെങ്കിലും വിളിച്ചു പറയാം, വിളിച്ചു പറയാം. എവിടെ രോഗമുണ്ടെങ്കിലും പറ, കൈവച്ച് പറ, യേശുവിന്റെ അടിപ്പിണരാ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വിശ്വസിക്കാൻ തയ്യാറാണ്. ഇപ്പൊ സൗഖ്യം വെളിപ്പെടുകയാണ്. ഇപ്പൊ സൗഖ്യം വെളിപ്പെടുകയാണ്. ആ സൗഖ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ഇപ്പൊ നാളെ സൗഖ്യമൊക്കെ നല്ല കർത്താൻ പറഞ്ഞു. ഇപ്പൊ ഈ സെക്കൻഡ് ഇവിടെ പറഞ്ഞു, യേശുവിന്റെ അടിപ്പിണരാ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പോ തന്നെ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞു. സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞു. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു രോഗവും ഇല്ല. പറ, ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു രോഗവും ഇല്ല. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല. അതേപോലെ ഞാൻ വിളിച്ചു പറയുന്നു, നീ ക്രിസ്തു യേശുവിലാണോ, നിനക്ക് രോഗമില്ല. നിങ്ങളെ രോഗത്തിന് തൊടാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല. തൊടാൻ വിളിച്ചു പറ, ഞാൻ ക്രിസ്തു യേശുവിലായതുകൊണ്ട് എന്നെ രോഗം തൊടത്തില്ല. എന്നെ തൊടാൻ ഒരു രോഗത്തിനെ കൊണ്ട് പറ്റത്തില്ല. വിളിച്ചു പറ, ഞാനിപ്പോൾ ക്രിസ്തു യേശുവിലാണ്. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു രോഗവും ഇല്ല. പറ, ഒരു രോഗവും ഇല്ല, ഒരു രോഗവും ഇല്ല. വിളിച്ചു പറ, അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള എനിക്ക് ഒരു രോഗവും ഇല്ല. വിളിച്ചു പറ, അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള എനിക്ക് ഒരു രോഗവും ഇല്ല. യേശുവിന്റെ അടിപ്പിണരാ ഞാൻ സൗഖ്യമായിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് വന്നതുപോലെ പോകുമ്പോൾ സൗഖ്യമായിട്ട് പോകും. സൗഖ്യമായിട്ട് പോയി. വചനത്തിന് ജീവനുണ്ട്. ഈ വചനം ഇപ്പോൾ ചലിക്കുന്നു. ഈ വചനം ഇപ്പോൾ ചലിക്കുന്നു. ഈ വചനം ഇപ്പോൾ ചലിക്കുന്നു. വിഭാഗന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം. ഇന്ന് പകൽക്കാലം സകല ക്യാൻസറുകൾ സൗഖ്യമാക്കുന്നു. സകല മുഴകൾ അപ്രത്യക്ഷമാക്കുകയാണ്. നിങ്ങളുടെ ശരീരം എന്തൊക്കെ രോഗം ഉണ്ടെങ്കിലും ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണെങ്കിൽ ശരി തന്നെ. ഇന്ന് പകരത്തിൽ ഓപ്പറേഷൻ ക്യാൻസൽ ആവുകയാണ്. യേശുവിനെ സൗഖ്യമാക്കുകയാണ്. വിളിച്ചത്, അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള എനിക്ക് ഒരു രോഗവും ഇല്ല. അതുകൊണ്ട് എനിക്കൊരു രോഗമില്ല. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു രോഗവും ഇല്ല. കാരണം യേശുവിന്റെ അടിപ്പിണരാ ഞാൻ സൗഖ്യമായിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാ ഞാൻ സൗഖ്യമായിരിക്കുന്നു. ഇത് പകരത്തിൽ ഞാൻ പറയാം, വലിയ രോഗ ശരീരത്തിലുണ്ട്, വലിയ വേദനകളുണ്ട്. ഒരു ആശുപത്രി പോകാൻ പൈസ ഭാരപ്പെടുന്ന നിങ്ങളോട് ഞാൻ പറയാം. ആരോടൊക്കെ അങ്ങനെ പറയാൻ പറയുന്നു. വലിയ വേദനയുണ്ട്, വലിയ വേദനയുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ആശുപത്രി കൊണ്ടുപോയ ഡോക്ടർ സ്കാനിങ് എടുക്കുന്നത് പറയും. പക്ഷെ അതുകൊണ്ട് ആശുപത്രി കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ആശുപത്രി പോവാതെ ഭാരപ്പെടുകയാണ്. അങ്ങനെയുള്ളവരൊന്നും പിടിച്ചോ. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ വലിയ പ്രശ്നമുണ്ട്, പക്ഷെ ആശുപത്രി പോവാതെ ഭാരപ്പെടുന്നു. അതിനങ്ങനെ പ്രശ്നമുണ്ടോ? ഇപ്പൊ തന്നെ ആർക്കങ്ങനെ പ്രശ്നമുണ്ടോ? ഇപ്പൊ നെഞ്ചിന് പ്രശ്നമുണ്ടോ?
ഇപ്പോ കൊള്ളാം. നേരത്തെ കാര്യമുണ്ട്. ഇപ്പൊ സൗഖ്യം. ഹാലലൂയ. ഞാൻ പറയാം, ഇത് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇപ്പൊ ചലിക്കുകയാണ്. ഇതിനകത്ത് ഭയങ്കരമായ ദൈവശക്തി ചലിക്കുകയാണ്. ഞാൻ പറയാം, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഡോക്ടറെ കാണാൻ പോയില്ല. ഡോക്ടറെ കാണാൻ പോയാൽ സ്കാനിങ് എടുക്കാൻ പറയും. ഡോക്ടറെ പോയാൽ ഓപ്പറേഷൻ വേണമെന്ന് പറയും. അത് പേടിച്ച് പോയില്ല. കയ്യിൽ പൈസ ഇല്ലാത്തത് പോയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അങ്ങനെയുള്ള അസുഖങ്ങളെ ഇന്ന് യേശു സൗഖ്യമാക്കിയാണ്. ഹാലലൂയ. അങ്ങനെയുള്ളവർ വിളിച്ച് തലേക്ക് വിളിച്ച് പറ, എന്റെ യേശുവിന്റെ അടിപ്പിണരാ ഞാൻ സൗഖ്യമായിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ വചനത്തിൽ പറ രോഗമുള്ളവർ പറ, ഇനി സൗഖ്യവാനുണ്ട്. ഇപ്പോൾ പലതിന്റെ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പലതിന്റെ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ സകല രോഗങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ രോഗബന്ധങ്ങൾ അഴിയുകയാണ്. പൈശാചിക സ്വാധീനങ്ങൾ അഴിയുകയാണ്. പൈശാചിക സ്വാധീനങ്ങൾ അഴിയുകയാണ്. പൈശാചിക സ്വാധീനങ്ങൾ അഴിയുകയാണ്. നിങ്ങളെ ബന്ധിക്കാം. ഒരു പിശാചിനെ കൊണ്ട് പറ്റത്തില്ല. 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 ഇന്ന് പകൽക്കാലം നിങ്ങളെ തൊട രോഗത്തെ കൊണ്ട് പറ്റത്തില്ല. 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 ഇന്ന് പകൽക്കാലം നിങ്ങളെ തൊട രോഗത്തെ കൊണ്ട് പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പറ. ഇന്ന് പകൽ രോഗത്തിന്റെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറുകയാണ്. രോഗത്തിന്റെ ബന്ധനങ്ങളെല്ലാം അഴിയുകയാണ്. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുവിന്റെ അടിപ്പിണരാ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്ക് ഒരു വചനം കൂടി വായിക്കാമോ? 103 സങ്കീർത്തനം എടുക്കാമോ? സങ്കീർത്തനം 103 എടുക്കാമോ? ഹല്ലേലൂയ. 103 സങ്കീർത്തനം എടുക്കാമോ? അതിന്റെ 3-ാമത്തെ വചനം എടുത്ത് വായിക്കേ. സങ്കീർത്തനം 103:3. സങ്കീർത്തനം 103:3. ഹല്ലേലൂയ. സങ്കീർത്തനം 103:3 വായിക്കാമോ? ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി. അവൻ നിന്റെ അകൃത്യമൊക്കെയും അവന്റെ അകത്യമൊക്കെ മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ സകല രോഗങ്ങളെ അവൻ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞ 103 സങ്കീർത്തനം പറയുന്നു, അവൻ നിന്റെ അകത്യമൊക്കെയും മോചിക്കുന്നു. നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം ചേർന്ന് പറ, അവൻ നമ്മുടെ സകല അകത്യങ്ങളെയും മോചിക്കുന്നു. നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. വചനങ്ങൾ ആവർത്തിച്ച് പറയണം. ഹല്ലേലൂയ. 1 Pet 2:24 പറയുന്ന അവന്റെ അടിപ്പിണരാ നിന്റെ സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ്, അവൻ നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പലപ്പോഴും പാപനിമിത്തം രോഗം കയറി വന്നെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ പറയാം, നിങ്ങളുടെ സകല പാപങ്ങളെ യേശു ക്ഷമിച്ചിട്ട് നിങ്ങളുടെ സകല രോഗങ്ങളെ അവൻ സൗഖ്യമാക്കി. മനസ്സിലാവുന്നോ? വചനം വിളിച്ചു പറ, യേശു എന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ 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 സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് ചലിക്കുകയാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക. രോഗത്തോടെ ഇതിനകത്ത് കയറി വന്നെങ്കിൽ തിരിച്ചു പോകുമ്പോ രോഗത്തോടെ ഭാഗത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ രോഗിയായിട്ട് ഇതിനകത്ത് കയറി വന്നെങ്കിൽ തിരിച്ചു പോകുന്നത് രോഗമില്ലാതെ പോകും. വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങൾ ഇതിനകത്ത് കയറി വന്ന് രോഗിയായിട്ടായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങളുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഓ ജീസസ്. 103 സങ്കീർത്തനം പറയുന്നു, അവൻ നിങ്ങളുടെ അകൃത്യമൊക്കെ മോചിക്കുന്നു. നിങ്ങളുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. നിങ്ങളുടെ സകല ശരീരത്തിൽ എന്തൊക്കെ രോഗമുണ്ടോ അതെല്ലാം സൗഖ്യമാക്കുകയാണ്. ഇങ്ങനെ ജീവിക്കുന്ന യേശുവിനെ അറിയാമോ? ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, ഇറങ്ങി വന്ന് രോഗികളെ സൗഖ്യമാക്കുന്ന
ഉയർത്തുന്നവൻ, ഇറങ്ങി വന്ന് മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, ഇറങ്ങി വന്ന് കുടത്തിനെ നടത്തുന്നവൻ, ഇറങ്ങി വന്ന് കുടുംബം കാഴ്ച കൊടുക്കുന്നവൻ. ഇന്ന് പകൽക്കര ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തിന്റെ കര നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ലക്ഷങ്ങൾ മുടക്കിയാലും രോഗസൗഖ്യം കിട്ടത്തില്ല. ഓപ്പറേഷൻ ചെയ്താലും രോഗസൗഖ്യം കിട്ടത്തില്ല. ഞാൻ പറയാം, ഡോക്ടർമാർ കൈവിട്ട ആൾക്കാർ എനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ബോസ്റ്റനെ കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ഡോക്ടർമാർ കൈവിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കര ഞാൻ പറയാം, ഇതൊരു ഡോക്ടർമാർ കൈവിട്ട കേസ് എനിക്കറിയാം. അവസാനം കേസുള്ളപ്പോൾ എന്ത് ചെയ്യും? എല്ലായിടത്തും ഓടി നടക്കും ഡോക്ടറെ പിന്നാലെ. കേസ് തീരുമ്പോ ഡോക്ടർമാർ കൈവിടുമ്പോൾ പിന്നെ അവസാനമായിട്ട് കടന്നു വരുന്നത് യേശുവിന്റെ അടുക്കൽ. കാരണം എന്താണ്? യേശു സൗഖ്യമാക്കുന്നവനാണ്. ഹല്ലേലൂയ. ഡോക്ടർമാർക്ക് പരിധിയുണ്ട്. നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പരിധിയുണ്ട്. മരുന്നിന് പരിധിയുണ്ട്. ശരീരത്തിൽ മരുന്നുകൾ പ്രതികരിക്കാൻ വരുമ്പോൾ ഡോക്ടർമാർ പറയും, അയ്യോ ഈ ശരീരത്തിൽ മരുന്ന് പ്രതികരിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ഡോക്ടർമാർ പറയാം, ഇനിയിപ്പോ ഏകദേശം മരിക്കാറാകാം, നിങ്ങളുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽക്കല ഞാൻ പറയാം, ഡോക്ടർമാർക്ക് പരിധിയുണ്ട്. ഡോക്ടർമാർക്ക് പരിധിയുണ്ട്. മരുന്നിന് പരിധിയുണ്ട്. ഈ ഡോക്ടർമാർ തോൽക്കുമ്പോൾ, മരുന്നിനെ തോൽക്കുമ്പോൾ, ഇതാ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുന്ന യേശുവുണ്ട്. നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുന്ന യേശുവുണ്ട്. ആ യേശുവിന്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങളുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ ആദ്യമേ യേശുവിന്റെ അടുക്കൽ വന്നാൽ നിങ്ങൾ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശുവിനെ കൊണ്ട് പറ്റും. അവസാനം എല്ലായിടത്തും കൊണ്ടോടി ദൈവത്തിൽ ഒരു വിശ്വാസമില്ലാതെ പ്രാർത്ഥന പുച്ഛമായിട്ട് നടക്കുന്നവരോട് ഞാൻ പറയാം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പുച്ഛമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല. സിനിമ കണ്ടാൽ കുഴപ്പമില്ല, കള്ള് കുടിച്ചാൽ കുഴപ്പമില്ല, അടിപിടി കൂടി നടന്നാൽ കുഴപ്പമില്ല, തെറി വിളിച്ചാൽ കുഴപ്പമില്ല. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തെ ആരാധിക്കാൻ പുച്ഛമാണ്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറയാം, ഇങ്ങനെ എല്ലാ ഡോക്ടറിന്റെ അടുക്കൽ പോകാം, എല്ലായിടത്തും കയറി ഇറങ്ങാം. അവസാനം ഡോക്ടറെല്ലാം കൈവിടുമ്പോൾ ഈ യേശുവിന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ആദ്യമേ നിങ്ങൾ യേശുവിന്റെ അടുക്കൽ മുട്ടുമടക്കിയ കയ്യിലെ പൈസ പോവത്തില്ല. ഹല്ലേലൂയ. ഇത് സമയം വേസ്റ്റാവത്തില്ല. അവിടെ ഇവിടെ കയറി ഇറങ്ങുന്നത് ഒഴിവാക്കാം. ആദ്യമേ നിങ്ങൾ യേശുവിന്റെ അപ്പാ, ഞാൻ ഒരു പാപിയാണ്, എന്റെ അടുക്കൽ നീ മരണമേ എന്ന് പറഞ്ഞാൽ യേശു നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്ന നിങ്ങളുടെ സകല പാപത്തെ ക്ഷമിച്ച് നിങ്ങളുടെ സകല രോഗത്തെ അവ സൗഖ്യമാക്കും. ഹല്ലേലൂയ. 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 ഇപ്പൊ ഞാൻ പറയാം, ആ യേശുവിനെ സൗഖ്യമാക്കണം. അത് പറഞ്ഞാൽ വന്നപ്പോ രോഗം, ഇപ്പൊ രോഗം മാറി. മാറിയോ? മാറി. ഹല്ലേലൂയ. ഇത് മക്കൾക്കല്ല ഞാൻ പറയാം, യേശു ഇന്ന് ജീവിക്കുന്നു. ഇന്ന് ജീവിക്കുന്നു. നിങ്ങൾ രോഗത്തോടുകൂടെ കയറി വന്നെങ്കിൽ ഞാൻ പറയാം, ഇത് രോഗത്തെ സൗഖ്യമാക്കുന്നവരാണ്. രോഗത്തെ സൗഖ്യമാക്കുക. എത്ര വലിയ രോഗം എന്ന് പറഞ്ഞാലും, എത്ര വലിയ രോഗം എന്ന് പറഞ്ഞാലും എന്റെ യേശു സൗഖ്യമാക്കുന്നവരാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരു വേദഭാഗം കൂടി വായിക്കാമോ? യെശയ്യാവിന്റെ പുസ്തകം എടുക്കാമോ? യെശയ്യാവിന്റെ പുസ്തകം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 മുതൽ വായിക്കാമോ? യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാമത്തെ വചനം എടുത്തവരാക്ക് വായിക്കാം. ഹല്ലേലൂയ. നമ്മുടെ രോഗങ്ങളെ സാക്ഷാത് രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം നിങ്ങൾ ആവർത്തിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് കണ്ടോ? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ഇത് പകൽക്കാലം നിങ്ങൾ രോഗങ്ങൾ ചുമന്നുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇനി നിങ്ങൾ ഈ രോഗത്തെ ചുമക്കണം. അതിനാണ് കരം കൊടുത്തത്. ഇനി നിങ്ങൾ രോഗം ചുമക്കണം. അതിനാണ് കരം കൊടുത്ത് പറയും, ഇനി നിങ്ങൾ രോഗത്തെ ചുമക്കണ്ട. ആര് ചുമക്കും? യേശു ഇവിടെ പറഞ്ഞ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നിങ്ങൾ ഈ വേദനയെ കൊണ്ട് നടക്കണ്ട. നിങ്ങള് വേദന, ഈ വേദന ഇന്ന് പകൽക്കല യേശു ചുമക്കുകയാണ്. ഹല്ലേലൂയ.
നിങ്ങളുടെ രോഗത്തെ അവൻ തന്റെ ശിരസ്സിന്മേൽ വഹിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വേദനകളെ അവൻ ശിരസ്സിന്മേൽ ചുമക്കുകയാണ്. ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ്, ഹല്ലേലൂയ, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, നമ്മൾ വിചാരിച്ചു ദൈവമാണ് അവനെ അടിച്ചത് ദണ്ഡിപ്പിച്ചതെന്ന്. ഹല്ലേലൂയ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിന് ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ അടിച്ചത് മുറിവേൽപ്പിച്ചത് നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെയും പാപത്തെ അവൻ ചുമന്നു. ഹല്ലേലൂയ. നമ്മുടെ വേദനകളെ അവൻ വഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കല് ഞാൻ പറയാം, നമ്മൾ കൊണ്ടു നടന്ന രോഗത്തെ യേശു വഹിച്ചു. നമ്മൾ കൊണ്ടു നടന്ന വേദനകളെ യേശു ചുമന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? നമുക്ക് സമാധാനം തരാൻ. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ രോഗം ഇരുന്നപ്പോ നമുക്കൊരു സമാധാനം ഇല്ലായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് ധാരാളം വേദനകൾ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ കൊണ്ടു നടന്ന ആ രോഗത്തെ യേശു തന്റെ ശിരസ്സിൽ വഹിച്ചു. നിങ്ങൾ കൊണ്ടു നടന്ന വേദനകളെ യേശു ചുമന്നു. ഹല്ലേലൂയ. അത് എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമാധാനത്തെ ഇന്ന് പകൽക്കാലം യേശു തിരിച്ചു തരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ രോഗത്തെ അവൻ എടുത്തിട്ട്, നിങ്ങളുടെ വേദനകളെ അവൻ എടുത്തിട്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ ഇന്ന് പകൽക്കാലം യേശു തിരിച്ചു തരികയാണ്. ഹല്ലേലൂയ. കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിക്ക്, കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിക്ക്. ഇനി പകൽക്കാലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പലരും പറയുന്നൊരു കാര്യമാണ്, അയ്യോ എനിക്കൊരു സമാധാനമില്ല, കിടന്ന ഉറക്കമില്ല, എനിക്ക് സമാധാനമില്ല, എനിക്ക് കിടന്ന ഉറക്കമില്ല. ഹല്ലേലൂയ. എനിക്ക് അവിടെ വേദന, ഇവിടെ വേദന, എന്റെ ശരീരത്തിൽ നിറച്ച് രോഗമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നിങ്ങളുടെ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഹല്ലേലൂയ. എന്നാൽ അവൻ നമ്മുടെ അക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകത്തേക്ക് നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാന ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകർന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ രോഗമാണ് നിങ്ങൾ പോകണ്ട. നിങ്ങളുടെ സകല രോഗത്തെയും യേശു ശരീരത്തിൽ മേൽ വാങ്ങിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളുടെ വേദനകളെ യേശു ചുമന്നു കഴിഞ്ഞു. എന്നിട്ട് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ ഇന്ന് പകൽക്കാലം യേശു തിരിച്ചു തരികയാണ്. എത്ര പേർ ദൈവത്തിന് നന്ദി പറയും? കരങ്ങളടിച്ചാലോ സ്തുതിക്ക്. ഇന്ന് പകൽക്കാലം നിങ്ങളെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊള്ളുന്ന എല്ലാ രോഗങ്ങളും അവൻ എടുത്തിട്ട്, എല്ലാ വേദനകളും അവൻ എടുത്തിട്ട്, നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ ഇന്ന് പകൽക്കാലം യേശു തിരിച്ചു തരികയാണ്. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇനി ഒരു വേദനയില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ക്രിസ്തു യേശുവിലാണോ? ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയില്ല, ഒരു വേദനയില്ല, ഒരു രോഗവുമില്ല. ഇന്ന് പകൽക്കാലം യേശുവിന്റെ അടിപ്പിണരാ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. നിങ്ങൾ വായികളെ തുറന്നു പറ, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. ഹല്ലേലൂയ. വിളിച്ചു പറ, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. ഹല്ലേലൂയ. ഓ, നഷ്ടപ്പെട്ടു പോയ സമാധാനം എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. വിളിച്ചു പറ, എന്റെ യേശു എനിക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ തിരിച്ചു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ സമാധാനത്തിന് ശിക്ഷ അവന്റെ മേൽ വഹിച്ചു. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? ഞാൻ കാരണം എന്റെ അകത്യ നിമിത്തം അവന്റെ ശരീരം തകർന്നു മുറിവേറ്റിരിക്കുന്നു. എന്തിനു വേണ്ടി? നമുക്ക് നഷ്ടപ്പെട്ടു പോയ രോഗസൗഖ്യത്തെ തരാം, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ മടക്കി തരാം. ഇന്ന് പകൽക്കാലം യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുക. വിളിച്ചു പറ, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. അവന്റെ ശരീരത്തിൽ അടിയേറ്റത് നിമിത്തം നമ്മുടെ സമാധാനം നമുക്ക് തിരിച്ചു കിട്ടി. ഹല്ലേലൂയ. എന്തൊക്കെ സഹോദരങ്ങളെ, ആ ഏതെങ്കിലും ദൈവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിനക്ക് സമാധാനം തരാം, ഞാൻ നിന്റെ രോഗത്തെ ഏറ്റെടുക്കാൻ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറയോ നിന്റെ വേദന ഞാൻ ഏറ്റെടുക്കാൻ? പറയൂ? പറയത്തില്ല. ഹല്ലേലൂയ. ആരും
പറയത്തില്ല. നിന്റെ കൊണ്ട് പൈസ ഉണ്ടെങ്കിൽ നിന്റെ കൂടെ നിൽക്കും. പൈസ ഇല്ലെങ്കിലോ നിന്നെ ഒരു ചവറ് പോലെ വലിച്ചെറിയും. ഹല്ലേലൂയ. വേസ്റ്റ് നമ്മൾ വീട്ടിന്റെ അകത്ത് വയ്ക്കാറുണ്ട്. ഹല്ലേലൂയ. വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാറില്ല, വീട്ടിൽ വയ്ക്കാറില്ല. അതിനെന്ത് നമ്മൾ കടലിൽ വലിച്ചെറിയുന്നത് പോലെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മുടെ വലിച്ചെറിയും. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു ഞാൻ നിന്റെ രോഗങ്ങളെ വഹിച്ചു. ഹല്ലേലൂയ. നിന്റെ വേദനകളെ ഞാൻ ചുമന്നു. നിനക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? തിരിച്ചു തരികയാണ്. മനസ്സിലാകുന്നു? ചേർന്ന് പറയാം. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ എന്റെ ദൈവം നമുക്ക് തിരിച്ചു തരുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. താഴോട്ട് നോക്കുമ്പോൾ വീണ്ടും കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിയിരുന്നു. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മളെ എല്ലാവരുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് കേട്ടോ, ചില ആടുകളെ അഴിച്ചുവിടുന്ന ആടുകളെ കണ്ടിട്ടുണ്ട്, പശുക്കളൊക്കെ. അതൊക്കെ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ട് വഴിതെറ്റിക്ക് ചുമ്മാ അവിടെ അലഞ്ഞ് ഇവിടെ അലഞ്ഞൊക്കെ നടക്കും. ഹല്ലേലൂയ. അതിലെ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ എന്ത് ചെയ്യും? അവിടെ കൂടെ കറങ്ങി ഇവിടെ കൂടെ ഒക്കെ കറങ്ങി എന്ത് ചെയ്യും? നടക്കും. ഇതേപോലെ ആയിരുന്നു നമ്മൾ. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങൾ നിമിത്തം എവിടെ പോയാൽ സമാധാനം കിട്ടും, എവിടെ പോയാൽ അല്പ ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് ഇത് വഴിതെറ്റി നടക്കുന്ന, ഇത് ആടി ഉലഞ്ഞ് നടക്കുന്ന ആടിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, അങ്ങനെ എവിടെ പോയാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നിട്ട് നിങ്ങളുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനകളെ അവൻ എടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് സമാധാനത്തെ തരികയാണ്. ഹല്ലേലൂയ. ഇതാണ് യേശു, ഇതാണ് ദൈവം. ഈ ദൈവത്തെ മുറുകെ പിടിച്ചോ. വേറെ ആരിടത്ത് പ്രാർത്ഥിച്ച കാര്യമില്ല. വേറെ ആരും നിങ്ങളുടെ വേദനകൾ ഏറ്റെടുക്കത്തില്ല. വേറെ ആരും നിങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കത്തില്ല. വേറെ ആരും നിങ്ങളുടെ ശാപങ്ങളെ ഏറ്റെടുക്കത്തില്ല. വേറെ ആരും നിങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുക്കത്തില്ല. അങ്ങനെ ഏറ്റെടുത്ത ചരിത്രമില്ല. പക്ഷേ യേശു മാത്രമാണ് നിങ്ങളുടെ പാപങ്ങളെ ചുമന്നവൻ, നിങ്ങളുടെ രോഗങ്ങളെ ചുമന്നവൻ, നിങ്ങളുടെ ശാപങ്ങളെ ചുമന്നവൻ, നിങ്ങളുടെ വേദനകളെ ഏറ്റെടുത്തവൻ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ തിരിച്ചു തന്നത് യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. വേറെ ഏതെങ്കിലും ദൈവം നിങ്ങളെ തേടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. ബാക്കിയുള്ള ദൈവങ്ങളെ നമ്മളെ ഈ എണീക്കാൻ വയ്യാത്ത വേദനയും വെച്ചുകൊണ്ട് അവരെ കാണാൻ അങ്ങോട്ട് പോകണം. പക്ഷെ യേശുവിന്റെ പ്രത്യേകത, ഇത്ര വേദന വന്ന് എവിടെ ഇരുന്നാലും അവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അമ്മ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അല്ലേവാ. ഡോക്ടർ 3 മാസം കഴിഞ്ഞിട്ട് നടക്കാൻ പാടുമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? അമ്മ 1 മാസമായപ്പോ തന്നെ എണീറ്റത്. അമ്മയുടെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോ പറയുന്ന കാര്യം, ബ്രദറെ നിങ്ങൾ എനിക്കെടുത്ത് പ്രാർത്ഥിക്കണം, എനിക്ക് വേഗം പ്രാർത്ഥനയ്ക്ക് വരണം, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ആരാധനയ്ക്ക് വരണം, പ്രാർത്ഥനയ്ക്ക് വരണം. അങ്ങനെ ആഗ്രഹിച്ച അമ്മ 3 മാസം ഡോക്ടർമാർ പറഞ്ഞെടുത്ത് 1 മാസം കൊണ്ട് 2ആയിട്ട് പൊട്ടിപ്പോയ എല്ലിനെ, കാലിന്റെ എല്ലിനെ ജോയിന്റ് ആക്കി അമ്മനെ ഇവിടെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതാണ് ദൈവം. ഇങ്ങനെ നമ്മുടെ വേദനകളെ ഏറ്റെടുക്കുന്ന ഏതെങ്കിലും ദൈവമുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ രോഗങ്ങളെ ഏറ്റെടുക്കുന്ന ദൈവമുണ്ടോ? നമ്മുടെ ശാപങ്ങളെ മാറ്റുന്ന ദൈവമുണ്ടോ? നമുക്ക് സമാധാനം തരുന്ന ദൈവമുണ്ടോ? ആ സമാധാനം തരുന്ന ഒരേ ഒരു ദൈവമുള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ് നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഒരേ ഒരു ദൈവമുള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ് നിങ്ങളുടെ ശാപങ്ങളെ ഏറ്റെടുക്കുന്ന ഒരേ ഒരു ദൈവമുള്ളൂ. നമ്മുടെ യേശു കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത ഒരേ ഒരു ദൈവമുള്ളൂ. നമ്മുടെ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ യേശു കർത്താവ് മാത്രം. ഹല്ലേലൂയ. വേറെ ആരെ നമുക്ക് വേണ്ടി മരിക്കും? നമ്മുടെ യേശു മാത്രമാണ് നമുക്ക് വേണ്ടി മരിച്ചവൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് പങ്കെടുക്കുന്നത് തിരിച്ചറിയണം. നമ്മൾ മരിക്കേണ്ടിടത്താണ് എന്റെ യേശു മരിച്ചത്. ഹല്ലേലൂയ. ഇന്ന് പകരം നിങ്ങൾ വേദന ചുമന്ന് നടക്കണ്ട. അതിനാണ് കരങ്ങൾ കൊടുത്ത് പറ, ഇനി വേദന ചുമക്കണ്ട. പറ, വേദന ചുമക്കണ്ട. ഇന്ന് രോഗം ചുമക്കണ്ട. യേശു നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു. അവൻ നിങ്ങൾക്ക് സമാധാനം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്ക് ഈ വചനങ്ങളാണ്
ദൈവത്തിന്റെ ധാരാളം വളരുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. നമ്മുടെ പാട്ടുപാട് ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ വേദനകൾ ഏറ്റെടുത്തവൻ, ഹല്ലേലൂയ, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയവൻ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഇറങ്ങി നിൽക്കൊണ്ട്, ഹല്ലേലൂയ. നീങ്ങിപ്പോയെന്റെ കാര്യങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമവിടുതലാ, യേശുവിൻ നാമരക്ഷയാ, യേശുവിൻ നാമശക്തിയാ, യേശുവിനെ ഏറ്റെടുത്തു. യേശുവിൻ നാമവിടുതലാ, യേശുവിൻ നാമരക്ഷയാ, യേശുവിൻ നാമശക്തിയാ, യേശുവിനെ ഏറ്റെടുത്തു. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ പാടിടും സർവശക്തനായവനെ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. സന്തോഷത്തോടെ പാടുന്നു. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ ശുദ്ധിക്കാൻ, യേശുവിൻ കരുതലാ, യേശുവിൻ വിടുതലാ, യേശുവിൻ നാമത്തിൽ. യേശുവിൻ ശുദ്ധിക്കാൻ, യേശുവിൻ കരുതലാ, യേശുവിൻ വിടുതലാ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും ദൈവമേ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ,
മാറിപ്പോയി ജാതങ്ങളിൽ സൗഖ്യമാവിന്റെ രോഗികളിൽ യേശുവിൻ നാമത്തിൽ ഇത് പോയിന്റെ നാളുകളിൽ മാറിപ്പോയിന്റെ ജാതങ്ങളിൽ സൗഖ്യമാവിന്റെ രോഗികളിൽ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ പാടിടും സർവശക്തനായവനേ ഹല്ലേലൂയ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ പാടിടും വിശ്വാസം കാണിക്കേ നീങ്ങിപ്പോയിന്റെ ഭാരങ്ങൾ മാറിപ്പോയിന്റെ ശാപങ്ങൾ സൗഖ്യമായിന്റെ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ പകർത്താലും നിങ്ങളുടെ ശരീരത്തിൽ രോഗമില്ല അത് യേശു ഏറ്റെടുത്ത് കഴിഞ്ഞു നിങ്ങളുടെ ശരീരത്തിൽ വേദനകളില്ല അത് യേശു വാങ്ങിച്ചു കഴിഞ്ഞു ഹല്ലേലൂയ ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ലഭിക്കുന്നു യേശു ഇറങ്ങിക്കൊണ്ട് ഇത് ഭയങ്കര സൗഖ്യങ്ങൾ വ്യാപരിക്കുകയാണ് ഭയങ്കര സൗഖ്യങ്ങൾ ഇന്നത് വ്യാപരിക്കുന്നു ഭയങ്കര സൗഖ്യം ഭയങ്കര സൗഖ്യം ഭയങ്കര സൗഖ്യം എന്നത് വ്യാപരിക്കുന്നു എല്ലാ രോഗബന്ധങ്ങൾ അഴിഞ്ഞു മാറുക നമ്മുടെ രോഗങ്ങളെ അവൻ കാണിച്ചു നമ്മുടെ വേദനകളെ വാങ്ങിച്ചു ഇന്ന് പകരക്കാല ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇപ്പോൾ ചലിക്കുകയാണ് ഇന്ന് പകരത്തിന്റെ ശരീര രോഗമില്ല യേശുവിന്റെ അടിപ്പുറ സൗഖ്യം വന്നിരിക്കുന്നു യേശുവിന്റെ അടിപ്പുറ സൗഖ്യം വന്നിരിക്കുന്നു യേശുവിന്റെ അടിപ്പുറ സൗഖ്യം വന്നിരിക്കുന്നു യേശുവിന്റെ അടിപ്പിണരാ ഇത് സൗഖ്യം വന്നിരിക്കുന്നു ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി രോഗങ്ങളെ അവൻ സഹിച്ചു വേദനകളെ അവൻ ചുമന്നു ഓ എനിക്ക് സമാധാനത്തിന്റെ തന്നിരിക്കുന്നു എന്റെ എല്ലാ രോഗങ്ങളെ എടുത്തിട്ട് വേദനകളെ അവൻ എടുത്തിട്ട് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ എന്റെ യേശുവിനെ തന്നിരിക്കുന്ന കരങ്ങളായിരിക്കാതെ
ഭയങ്കരമായി ദൈവം വെളിപ്പെടുകയാണ്. സ്വർഗ്ഗം ഇറങ്ങിയിരിപ്പാണ്. യേശുവിന്റെ ഇറങ്ങിയിരിപ്പാണ്. സൗഖ്യമാകട്ടെ. ദുര്യാമണ്ഡലങ്ങളെ ആഴിയട്ടെ. ദുർഭൂതങ്ങളെ ആഴിയട്ടെ. സകല ശാപങ്ങളെ ദോഷങ്ങൾ ബന്ധനങ്ങളെ ആഴിയുകയാണ്. രോഗത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പിശാചുകളുടെ സകല രോഗങ്ങളെ അഴിയുന്നു. പിശാചുകളുടെ രോഗങ്ങളെല്ലാം അഴിയുകയാണ്. പിശാചുകളുടെ രോഗങ്ങൾ അഴിയുന്നു. സകല രോഗങ്ങളുടെ ദോഷത്തിൽ ഭാഗനെ ആ ദൈവത്തിന്റെ ഭയങ്കര രോഗത്തിലിരുന്നു. അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. എനിക്ക് നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു തന്നിരിക്കുന്നു. നഷ്ടപ്പെട്ട സമാധാനത്തെ തന്നിരിക്കുന്നു. ഞാൻ ആടുവരുന്നവല്ല. ഓഹോ, അലഞ്ഞിരിഞ്ഞ് ആടുകളെ പോലെയായിരുന്നു. പക്ഷേ എന്റെ ദൈവം എനിക്ക് ഒരു സ്ഥിതി തന്നിരിക്കുന്നു. ഒരു സ്വസ്ഥത തന്നു. ഒരു സമാധാനം തന്നിരിക്കുന്നു. ഭയങ്കര സൗഖ്യമായിരിക്കുന്നു. നമ്മുടെ രോഗങ്ങളെ ചുമന്നു. വേദനകളെ അവൻ വഹിച്ചു. യേശുവിന്റെ സകല രോഗങ്ങളെ വഹിച്ചു കഴിഞ്ഞു. രോഗങ്ങളെല്ലാം നീങ്ങിപ്പോയി. രോഗങ്ങളെല്ലാം സൗഖ്യമായി. വേദനകളെല്ലാം മാറി മാറി മാറി. ഹല്ലേലൂയ. കഥകൾ തൊടുകയാണ്. ഭയങ്കരമായ ദൈവമകത്വം ചെറുകിടുന്ന പകൽക്കാലം യേശുവിനെ തൊടും. കഥകൾ തൊടുകയാണ്. എല്ലാ ബന്ധനങ്ങളെ അഴിഞ്ഞു മാറുകയാണ്. എല്ലാ രോഗങ്ങളും ബോധന സൗഖ്യമാകുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഈ ദൈവം നിങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വിഭാവന ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നു. അതാ ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ രോഗങ്ങളൊക്കെ സൗഖ്യമാക്കിയതെന്ന് അപ്പാ. എല്ലാവരുടെ രോഗങ്ങളൊക്കെ സൗഖ്യമാക്കിയതെന്ന് അപ്പാ. എല്ലാ രോഗങ്ങളൊക്കെ സൗഖ്യമാക്കിയതെന്ന് യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കട്ടെ. എല്ലാ വേദനകളും വിട്ടുമാറട്ടെ. എല്ലാ വേദന മാറട്ടെ. നഷ്ടപ്പെട്ട സമാധാനം തിരിച്ച് കിട്ടിയതിനായി നന്ദി. കാരണം നഷ്ടപ്പെട്ടു പോയ സമാധാനം ദൈവമേ ഇവർക്ക് തിരിച്ചു കൊടുത്തതിന് നന്ദി. നഷ്ടപ്പെട്ട സന്തോഷത്തെ ദൈവമേ ഇവർക്ക് തിരിച്ചു കൊടുത്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെ അടിപ്പിടരാ ഇവർ സൗഖ്യം വന്നിരിക്കുന്നു. എല്ലാവരും സൗഖ്യമാക്കിയ നന്ദി. ഇതിൻ്റെ അകത്ത് ഒരു രോഗികൾ പോലും കാണരുത്. ഇപ്പോൾ ക്രിസ്തു യേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തു യേശുള്ളവർക്ക് ഒരു രോഗവും ഇല്ല. ക്രിസ്തു യേശുള്ളവർക്ക് ഒരു ശാപവും ഇല്ല. ക്രിസ്തു യേശുള്ളവർക്ക് ഒരു പാപവും ഇല്ല. ക്രിസ്തു യേശുള്ളവരെ തൊടാൻ ഒരു പിശാചിനെ കൊണ്ട് പറ്റത്തില്ല. ഇത് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വിഭാവന ഇതിന്റെ അകത്ത് വ്യാപരിച്ചതിനായി നന്ദി. കർത്താവ് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആശീർവാദം കർത്താവ് യേശുവിന്റെ കൃപയും പരിശുദ്ധ സംസ്കൃതം കൂട്ടാൻ ഇതുമെല്ലാം നമ്മുടെ കൂടി ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ നന്ദി. God bless you. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.